ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു ട്യൂബ് ക്രോസിംഗ് മാല ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടുന്ന സാധനങ്ങൾ: നൈലോൺ ത്രെഡ്. ഞാൻ നീഡിൽ നൈലോൺ ത്രെഡ് നേരത്തെ കോർത്ത് ഗമ്മൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ കൈയെല്ലാം വൃത്തികേടാകും നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഗം പുരട്ടാനിരുന്നാൽ. ചെറിയ സൂചിയാണ് ഞാനതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വെർട്ടിക്കൽ ബീഡ്. ഇത് ചെറിയൊരു പെൻഡൻറ്റ്. ക്രിസ്റ്റൽ ബീഡ്സ്. ഇത് ട്യൂബ് രണ്ട് ടൈപ്പ് ഉണ്ട്. സ്പ്രിങ് ടൈപ്പും ഉണ്ട്, പ്ലെയിനും ഉണ്ട്. ഞാനിപ്പോൾ സ്പ്രിങ് ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഗമ്മ, ഹുക്ക് ആൻഡ് ചെയിൻ. സ്റ്റാർട്ട് ചെയ്താലോ? രണ്ട് നീഡിലും കൂടെ ചേർത്തെടുക്കണേ. രണ്ട് നീഡിൽ നമ്മൾ നൂല് കോർത്ത് ഗം പുരട്ടി നേരത്തെ റെഡിയാക്കി വെക്കണം. കുറച്ച് ലെങ്ത് കൂട്ടിയെടുക്കണം. ക്രോസ് ചെയ്ത് വരണോണ്ട് ലെങ്ത് കൂട്ടിയെടുക്കണം. ഞാനപ്പോൾ നേരത്തെ നൂലിൽ ത്രെഡിൽ ഗമ്മെല്ലാം പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് സൂചി ഒരേ ലെങ്ത്തിൽ. എന്നിട്ട് നൂലിൻ്റെ അറ്റമല്ല നമ്മൾ ഒരേപോലെ ആക്കേണ്ടത്. സൂചി രണ്ടും ഒരേപോലെ ആക്കി പിടിച്ചിട്ട് ഹുക്ക് ആൻഡ് ചെയിൻ്റെ ഒരു വശത്തൂടെ ആ നീഡിൽ രണ്ടും ഒന്നിച്ച് കയറ്റി രണ്ട് ത്രെഡും ഹുക്ക് ആൻഡ് ചെയിനിൽ കെട്ടി വയ്ക്കണം. ഒരു 2 നോട്ട് ഇടണേ. ഞാൻ 3 നോട്ട് ഇട്ടിട്ടുണ്ട്. ടൈറ്റായിട്ട് ഗം പുരട്ടി വെക്കുന്നതുകൊണ്ട് 2 പ്രാവശ്യം കെട്ടുമ്പോൾ തന്നെ ടൈറ്റാവും. ഞാൻ ഒരു നോട്ടും കൂടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം 2 നീഡിലും കൂടെ ഒരു ഗോൾഡൻ ബീഡ്. ഈ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കെട്ടിയതിൻ്റെ ചെറിയ എഡ്ജും അതിനകത്തൂടെ കടത്തി വിട്ട്, ആ 2 നൂലിൻ്റെ എഡ്ജും അതിനകത്തൂടെ കടത്തി വിട്ട് വെളിയിലെടുക്കണം. വീണ്ടും ഒരു 2 കെട്ട്. അപ്പം നമ്മൾ ആ കെട്ടിയ കെട്ട് ഗോൾഡൻ ബീഡിനകത്ത് പോയി. അപ്പോൾ അവിടെ നല്ല നീറ്റായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ഗോൾഡൻ ബീഡ് ഇടുന്നത്. ഇനി അവിടെയും 2 കെട്ട് ഇടണം. ടൈറ്റായിട്ട് 2 കെട്ടിടുമ്പോൾ ആ കെട്ടും ബീഡിനകത്തായിക്കോളും. ഇത് ഗം അപ്ലൈ ചെയ്യാം. അപ്പം നല്ല ടൈറ്റായിട്ട്. ഓൾറെഡി നമ്മൾക്ക് ത്രെഡിൽ ഗമ്മുണ്ട്. അതിൻ്റെ കൂടെ വീണ്ടും കുറച്ചും കൂടെ ഗം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല ടൈറ്റായിട്ട് ആ നൂലിരിക്കും. പിന്നെ അത് ഊരി വരില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗം അപ്ലൈ ചെയ്യുന്നത്. ഗം അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പിശുക്കും വിചാരിക്കണം. നന്നായിട്ട് ഗം അപ്ലൈ ചെയ്തിരിക്കണം. ത്രെഡിലാണെങ്കിലും നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ കെട്ടിൻ്റെ മേലെയും ഗം അപ്ലൈ ചെയ്തിരിക്കണം. അതിന് ശേഷം 2 സൂചിയും രണ്ടായിട്ട് എടുത്തിട്ട് ഓരോരോ സൂചിയിലും ഓരോ ഗോൾഡൻ ബീഡ് ഇട്ടു. അതിനുശേഷം ഒരു സൂചിയിൽ ഒരു ഗോൾഡൻ ബീഡും കൂടി ഇട്ടു. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലെ നീഡിൽ കൊണ്ട് ആ ഗോൾഡൻ ബീഡിനെ മാത്രം ക്രോസ് ചെയ്യണം. അപ്പം കണ്ടോ, ഒരു മുക്കോണം മാതിരി വരും. ട്രയാങ്കിൾ ഷേപ്പിൽ വരും. ഇനി വീണ്ടും അതിലേക്ക് 2 ഗോൾഡൻ ബീഡ് ഇട്ടു. ഒരു സൈഡിൽ ഒരു ക്രിസ്റ്റൽ മാത്രം ഇട്ടു. ഒരു ഗോൾഡൻ ബീഡ് ഇട്ടു. ഇനി 2 ഗോൾഡൻ ബീഡ് ഇട്ടതിൽ ഇതുണ്ട്. ഈ സൈഡിൽ ഒരു ക്രിസ്റ്റലും ഒരു ഗോൾഡൻ ബീഡും, ഈ സൈഡിൽ ഒരു ക്രിസ്റ്റലും 2 ഗോൾഡൻ ബീഡും. കാണുന്നുണ്ടോ നിങ്ങൾ? 2 ഗോൾഡൻ ബീഡുണ്ട്. ഇനി 2 ഗോൾഡൻ ബീഡുള്ള അതിൽ ഒരു ഗോൾഡൻ ബീഡിലേക്ക്, ലാസ്റ്റ് ഇട്ട ഗോൾഡൻ ബീഡിലേക്ക്
ഒരു ഗോൾഡൻ ബീഡ് നീഡിൽ കടത്തി വിടണം, ഓപ്പോസിറ്റ് സൈഡ് കടത്തി വിടണം. അത് ക്രോസ് ചെയ്യുന്നത് നമ്മൾ കീഴ്ഭാഗത്തുനിന്ന് മേലേക്ക് കടത്തി വിടില്ല, മേലേന്ന് ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കണം. അപ്പോഴാണ് ക്രോസിങ് കറക്റ്റായിട്ട് വരുന്നത്. അതും ക്രോസ് ചെയ്തെടുത്തൊരു ഫ്ലവർ പോലെ. വീണ്ടും അതേപോലെ തന്നെ ഒരു സൈഡിൽ 2 ഗോൾഡൻ ബീഡും ഒരു സൈഡിൽ ഒരു ഗോൾഡൻ ബീഡും ഇട്ട് ഇനി 2 സൈഡിലും ഓരോരോ ട്യൂബ് ഇടണം. വീണ്ടും ട്യൂബ് ഇട്ടു. വീണ്ടും ഒരു സൈഡിൽ രണ്ട് ഗോൾഡൻ ബീഡും. ഇത് കുറച്ച് കഷ്ടമാണ്, നൂല് ചുറ്റാതെ നമ്മൾ നോക്കണം. നൂലെല്ലാം കെട്ട് വീണ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേ പറ്റുള്ളൂ. 2 സൈഡിൽ ഓരോരോ ട്യൂബ് ഇട്ടതിന് ശേഷം ഒരു സൈഡിൽ 2 ഗോൾഡൻ ബീഡ്, അടുത്ത നീഡിൽ ഒരു ഗോൾഡൻ ബീഡ്, പിന്നെ 2 ഗോൾഡൻ ബീഡ് ഇട്ട് നീഡിലെ ഒരു ഗോൾഡൻ ബീഡിലേക്ക് മറ്റേ സൂചി ക്രോസ് ചെയ്യണം. അപ്പം ട്യൂബും ടൈറ്റായി ക്രോസായി. ട്യൂബും നമ്മൾ ക്രോസ് ചെയ്തു, കണ്ടോ? ക്രോസ് ചെയ്തു. ഇനിയും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ക്രിസ്റ്റൽ, ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് ക്രോസ് ചെയ്യുന്നു. ഒരു ക്രിസ്റ്റൽ ഇട്ട് 2 ഗോൾഡൻ ബീഡ് ഒരു സൈഡിലിടും, ഒരു സൈഡിൽ ഒരു ക്രിസ്റ്റൽ ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് 2 ഗോൾഡൻ ബീഡ് ഇട്ടതിൽ ഒരു ഗോൾഡൻ ബീഡിലേക്ക് ക്രോസ് ചെയ്യണം. വീണ്ടും 2 ഗോൾഡൻ ബീഡ് ഇട്ടു. ട്യൂബ്, ഒരു സൈഡിൽ 2 ഗോൾഡൻ ബീഡ്, മനസ്സിലാവുന്നുണ്ടോ? ഒരു സൈഡിൽ ഒരു ഗോൾഡൻ ബീഡ്, 2 ഗോൾഡൻ ബീഡ് ഇട്ടതിലേക്ക് ക്രോസ് ചെയ്യുന്നു. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫുള്ളും ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തു പോയാൽ മതി. നമ്മൾ ഇത്രയും നേരം ചെയ്ത പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ടേ ഇരിക്കണം. എന്തേരം ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്തിനനുസരിച്ചു. ഞാൻ ഈ ട്യൂബ് വെച്ചിട്ട് ഒരു കരിമണിമാല ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടായിരുന്നോ നിങ്ങൾ? കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കണ്ടോ? അങ്ങനെയും കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇതേ ട്യൂബ് വെച്ചിട്ടാണ് ഞാൻ ആ കരിമണിമാലയും ചെയ്തേക്കുന്നത്. അത് ഒരു ലെയറാണ്. ഇതിപ്പോൾ 2 ലെയർ പോലെ വരുന്നുണ്ട്. ഇത് നമ്മൾ ഗോൾഡൻ ബീഡ് ഇടുന്നിടത്തെല്ലാം ബ്ലാക്ക് ക്രിസ്റ്റൽ ഇട്ട് കൊടുത്താൽ ഇതും കരിമണിമാലയുടെ വേറൊരു വെർഷനാകും. ഞാനിപ്പോൾ ഇതിനകത്ത് ഗോൾഡൻ ആണ് കൂടുതൽ ചേർത്തേക്കുന്നത്, ബ്ലാക്ക് കുറവാണ് ചേർത്തേക്കുന്നത്. ഇപ്പം ഞാൻ ഇതിനകത്ത് നമ്മൾക്ക് ബ്ലാക്ക് ഇട്ടെടുത്തെല്ലാം നമുക്ക് ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് ബാക്കിയെല്ലാം ക്രിസ്റ്റൽ ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഞാനിപ്പോൾ ഈ മാലയ്ക്ക് ഒരു സൈഡിൽ 7 ട്യൂബ് ക്രോസിങ് ചെയ്തിട്ടുണ്ട്. 7 ക്രോസിങ് ചെയ്തിട്ടുണ്ട്. 7 ക്രോസിങ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പെൻഡൻ്റ് ഇട്ടു. ഈ പെൻഡൻ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ സെൻറ്ററിൽ വരുമ്പം ഒരു തിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ പെൻഡൻ്റ് ഇടുന്നത്. ഇങ്ങനത്തെ പെൻഡൻ്റ് ഞാൻ യൂസ് ചെയ്തത്. ഇതാകുമ്പം കറക്റ്റ് നമ്മൾ കഴുത്തിലിടുമ്പം കറക്റ്റായിട്ട് കിടക്കും. ഇനി പെൻഡൻ്റ് ഇട്ടതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ കൊണ്ട് പെൻഡൻ്റ് ഇടാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തത് അതുപോലെ തന്നെ വീണ്ടും എഗെയിൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത്
വീണ്ടും നമ്മൾ എങ്ങനെ ചെയ്ത് വന്നോ അതുപോലെ തന്നെ ചെയ്തിട്ടേ ഇരിക്കും. ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്, എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. മാല എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്താലല്ലേ എനിക്കറിയുള്ളൂ ഇതെങ്ങനെയുണ്ടെന്ന്, മാല നന്നായിട്ടുണ്ടോ, അതിനെന്തെങ്കിലും ഡിഫോൾട്ട് ഉണ്ടോ. എന്ത് പ്രശ്നമായാലും നിങ്ങൾ പോസിറ്റീവ് കമൻറ്റ്സ് ആയാലും നെഗറ്റീവ് കമൻറ്റ്സ് ആയാലും കമൻറ്റ് ചെയ്യുക. ഇതിങ്ങനെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും അങ്ങനെ 7 ക്രോസിങ് ചെയ്യണം. ട്യൂബ് ക്രോസിങ് ചെയ്ത് വരണം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അങ്ങ് ചെയ്തു പോയാൽ മതി, ഒരു പ്രശ്നവുമില്ല. ഞാൻ വേഗം ചെയ്തിട്ട് വരാവേ. പെട്ടെന്ന് ചെയ്ത് തീർക്കട്ടെ. ഇത് 7 ക്രോസിങ് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ ബീഡ്സ് ഇട്ട് എൻഡ് ചെയ്യണം. അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാവേ. കണ്ടോ, 7 ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്ത് തീർന്ന് ഇനി രണ്ട് സൈഡിലും ഓരോരോ ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് 2 നീഡിലും കൂടെ കൂട്ടി കെട്ടണം. ഒരു നോട്ട് ഇടണം, ഇനി ഒരു നോട്ട് കൂടി ഇട്ട് തരാം. നല്ല ടൈറ്റായിട്ട് ഇരുന്നോണ്ടേ. നോട്ടിട്ടതിന് ശേഷം 2 നീഡിലും ചേർത്ത് പിടിച്ച് ഒരു വെർട്ടിക്കൽ ബീഡിനകത്തൂടെ വിടണം. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തില്ലേ 2 നീഡിലും കൂടെ ഒരു വെർട്ടിക്കൽ ബീഡിനകത്തൂടെ, അതുപോലെ തന്നെ 2 നീഡിലും കൂടെ ഒരു വെർട്ടിക്കൽ ബീഡിനകത്തൂടെ കയറ്റി വിട്ട് ഹുക്ക് ആൻഡ് ചെയിൻ്റെ അടുത്ത ഭാഗത്ത് ആദ്യം നമ്മൾ ഇട്ട പോലെ തന്നെ നോട്ടിടണം. സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങനെ നോട്ടിട്ടോ അതുപോലെ തന്നെ നോട്ടിടണം. കയറ്റി 2 സൂചിയും കൂടെ കയറ്റേണ്ടത്, കയറ്റി വിട്ട് നോട്ട് 2 കെട്ട് കെട്ടണം. സാധാരണ നമ്മൾ തുണിയൊക്കെ തയ്ച്ചിട്ട് കെട്ടത്തില്ലേ, അതുപോലെ തന്നെ കെട്ടിയാൽ മതി. ഗം പരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് നിൽക്കും. എങ്ങനെയുണ്ട് മാല? നല്ല ഭംഗിയില്ലേ? ബ്രേസ്ലെറ്റായിട്ട് ഇത് യൂസ് ചെയ്യാം. താങ്ക് യു.